നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള പുതിയ സർക്കാരിന്റെ നീക്കം കേരള പോലീസ് സേനയുടെ ഘടനയിൽ വലിയൊരു ചരിത്രപരമായ മാറ്റത്തിന്റെ വ്യക്തമായ തെളിവായി മാറുന്നു. മുൻ സർക്കാരിന്റെ ഭരണകാലത്ത് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും യജമാന പ്രീതിക്കും വഴങ്ങി നിയമം അട്ടിമറിച്ചവർക്ക് ഇനി രക്ഷയുണ്ടാകില്ലെന്ന ശക്തമായ സന്ദേശമാണ് ആഭ്യന്തര വകുപ്പ് നൽകുന്നത്. സിപിഎമ്മിനെ ആകെ പ്രതിരോധത്തിലാക്കിയ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒന്നാം പ്രതി കൊടിസുനിയെ മുടക്കോഴി മലയിലെ ഒളിത്താവളത്തിൽ നിന്ന് അർദ്ധരാത്രിയിൽ അതിസാഹസികമായി പിടികൂടി പാർട്ടി ക്യാമ്പുകളെ ഞെട്ടിച്ച് പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥൻ കെ.വി. ഷൌക്കത്ത് അലി IPS ഈ പ്രത്യേക സംഘത്തിന്റെ തലവനായെത്തുന്നതോടെ പോലീസ് ഭരണത്തിൽ പ്രകടമായ മാറ്റമാണ് പ്രകടമാകുന്നത്. മുൻപ് രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ ലൂപ്പ് ലൈൻ തസ്തികകളിലേക്ക് ഒതുക്കപ്പെടുകയും പിന്നീട് NIA-യിലെ മികച്ച സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത ഇത്തരമൊരു നിർദാക്ഷിണ്യക്കാരനായ ഉദ്യോഗസ്ഥനെ തന്നെ VD സതീശൻ സർക്കാർ തിരികെ വിളിച്ച് ഈ ദൌത്യം ഏൽപ്പിക്കുമ്പോൾ അത് കേരള പോലീസിലെ രാഷ്ട്രീയ ദാസ്യവേലയുടെ അന്ത്യം കൂടിയാണ് കുറിക്കുന്നത്. സംസ്ഥാന പോലീസ് ചീഫ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൌക്കത്ത് അലി IPSന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പുതിയ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുക. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 1574/2023 പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 294B, 324, 325 തുടങ്ങിയ കടുത്ത ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരെ തെരുവിൽ തല്ലിച്ചതയ്ക്കുകയും അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിക്കുകയും ചെയ്ത പോലീസുകാർക്ക് ഇനി നിയമപരമായ സംരക്ഷണം ലഭിക്കില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. രാഷ്ട്രീയ ഭീഷണികൾക്കോ സ്വാധീനങ്ങൾക്കോ വഴങ്ങാത്ത ഷൌക്കത്ത് അലിയെ പോലൊരു ഉദ്യോഗസ്ഥൻ ഫയലുകൾ കൈക്കലാക്കുന്നതോടെ പ്രതികളായ പിണറായി വിജയന്റെ മുൻ ഗൺമാൻമാർ അനിൽകുമാറും സന്ദീപും അഴിക്കുള്ളിലാകാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുന്നത്. ഈ വാർത്തയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാൻ ദ ഹാലി ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. ലിങ്ക് ഇൻ ബയോ.